നമസ്കാരം. 24 റൗണ്ട് അപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കോഴിക്കോട് അധ്യാപികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപികയായ കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിയാണ് മരിച്ചത്. അലീന സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 5 വർഷമായി ശമ്പളം ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് പിതാവ് ബെന്നി പ്രതികരിച്ചു. സമീർ സി മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, 5 വർഷക്കാലം യാതൊരുവിധ പ്രതിഫലവും ചെയ്യുന്ന തൊഴിൽ ലഭിക്കില്ല എന്ന് പറയുന്ന എത്രത്തോളം നീതികേടാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിലൊരു ആശ്വാസ വാക്കുകൾ കൊണ്ടുപോലും അല്ലെങ്കിൽ അതിനു വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ നിയമനത്തിന് അംഗീകാരം നേടിക്കൊടുക്കുന്നതിലൊന്നും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ലേ? എന്താണ് കുടുംബത്തിന്റെ ആരോപണവും പരാതിയും? ഗോകുൽ, ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അധ്യാപിക വീട്ടിൽ തൂങ്ങി മരിച്ചിരിക്കുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം പറയുന്നത് 5 വർഷമായി ജോലി ചെയ്തിരുന്നു എങ്കിലും 1 രൂപ പോലും ആ പെൺകുട്ടിക്ക് ഈ മാനേജ്മെന്റ് നൽകിയിരുന്നില്ല, സ്കൂൾ അധികൃതർ നൽകിയിരുന്നില്ല. അവരെ സ്ഥിരപ്പെടുത്തുകയോ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല. അതിൻ്റെ വലിയ വിഷമം അവർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അനന്തരഫലമാണ് ഈ ആത്മഹത്യ എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അലീനയുടെ വീട്ടിലാണ്. നമുക്കൊപ്പം അലീനയുടെ പിതാവ് ബെന്നി കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ 5 വർഷം ജോലി ചെയ്തിട്ടും 1 രൂപ പോലും ലഭ്യമായില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ആദ്യം തന്നിരിക്കുന്ന നിയമനം ഒരു ഡിസ്മിസ്ഡ് വേക്കൻസി എന്നാണ് പറഞ്ഞത്. ആ നിയമനം ശരിയായ നിയമനമല്ലായിരുന്നു. അപ്പോൾ അതിന് കുറേ തടസ്സങ്ങളുണ്ടായി. അപ്പം വീണ്ടും പിറ്റത്തെ വർഷം പോയി ആവശ്യപ്പെട്ടു ഈ പോസ്റ്റ് ഒന്ന് മാറ്റിത്തരാൻ. അപ്പം മാനേജ്മെൻറ്റ് അത് ചെയ്തിട്ടില്ല. അപ്പം എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു ടീച്ചറെ ടെർമിനേഷൻ ചെയ്യണമെങ്കിൽ അതിന് കുറേ നടപടികളുണ്ട്. അതൊന്നും സ്വീകരിക്കാതെ ഒരു ടെർമിനേഷൻ വേക്കൻസി എന്ന് പറഞ്ഞൊരു അപ്പോയിൻമെൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വീകാര്യമല്ല. പിന്നെ അതിൻ്റെ അപ്പീലൊക്കെ പോയി അങ്ങനെ 4 വർഷം അങ്ങോട്ട് ഓരോ വർഷവും ആവശ്യപ്പെടുന്നു മാറ്റിത്തരണം. ഇതല്ലാതെ ഒന്നും മാറ്റിത്തരാനില്ല. അതിനുശേഷം ഒരുപാട് നിയമനങ്ങൾ നടത്തി. ഇതിനുശേഷം ജൂനിയറായിട്ട് വന്ന് എത്ര പേർക്ക് ശമ്പളം കിട്ടി. അതിനുശേഷം പള്ളി കമ്മിറ്റി ഇടപെട്ടതിന് ശേഷമാണ് കോടഞ്ചേരി സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് മാറ്റം കിട്ടിയത്. അതും ശമ്പളം കിട്ടുന്ന ഘട്ടമായി എന്നാണ് അവിടുത്തെ പ്രധാന അധ്യാപകൻ പറഞ്ഞത്. പക്ഷേ എനിക്കത് അറിയത്തില്ല. കാരണം ഞാനൊരു സാധാരണ കർഷകനാണ്. നമുക്ക് ഇതിനെപ്പറ്റി അത്രേ അറിയത്തുള്ളൂ കാര്യങ്ങളെപ്പറ്റി. ഇതുവരെ പണം കിട്ടിയിട്ടില്ല? പണം കിട്ടിയിട്ടില്ല, അത് ഉറപ്പാണ്. ആദ്യം ജോലി ചെയ്ത സ്കൂളിൽ നിന്ന് പണം വേണ്ട എന്ന് എഴുതി വാങ്ങിയെന്നാണ് അറിയുന്നത്. ആദ്യം സ്കൂളിൽ ചെയ്തവർ ആനുകൂല്യവും വേണ്ട, അങ്ങനെയാണെങ്കിൽ പുതിയ സ്കൂളിൽ ശമ്പളം കിട്ടുന്നതിന് തടസ്സമുണ്ടാകുമെന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ചതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന്, അതായത് താമരശ്ശേരി രൂപതയുടെ ഭാഗത്തുനിന്ന് ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ഈ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുകയോ പിന്നെ ഇവർ ആദ്യം ചെയ്ത സ്കൂളിൽ ഒരു അധ്യാപകർ ആരെങ്കിലും സഹപ്രവർത്തകരൊന്നും ഞാൻ ഈ വീട്ടിൽ കണ്ടിട്ടില്ല. എന്നെ ഒന്ന് ഫോൺ ഏത് സമയത്തും ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ആളാണ്. അപ്പം ഈ സംഭവം നടന്ന് ഞാൻ ചാനലുകാർക്ക് ന്യൂസ് കൊടുക്കുന്നതിന് മുമ്പെങ്കിലും ഒന്ന് വിളിക്കാമായിരുന്നു. കാരണം കോടഞ്ചേരി സ്കൂളിലെ പ്രധാനാധ്യാപകൻ എന്തായാലും കോർപ്പറേറ്റ് ഓഫീസിൽ പോവുകയും വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പം എന്നോട് പറഞ്ഞു കോർപ്പറേറ്റ് മാനേജ് ലീവാണെങ്കിൽ ഫോണിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫൊക്കെ ഇല്ലേ, അവരാരും എന്നെ ഒന്ന് വിളിച്ച് എന്താണ് സംഭവം, എന്താ പറ്റിയത്, അതിനെപ്പറ്റി ഒന്ന് വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ മരണശേഷം ഇത് അലീന ബെന്നിയുടെ പിതാവാണ് ഇപ്പോൾ 24 പ്രതികരിച്ചത്. സാധാരണക്കാരനായ കർഷകനാണ്. ഈ നിയമനം സ്ഥിരമാക്കുന്നതിന് അല്ലെങ്കിൽ അതിന് സർക്കാർ അംഗീകാരം വാങ്ങിയെടുക്കുന്നതിൻ്റെ നൂലാമാലകളെ പറ്റിയൊന്നും ആ പാവം പിടിച്ച കർഷകൻ അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രതികരണം വരുന്നുണ്ട് അതിലേക്ക്. ഏതായാലും ചെയ്ത ജോലിക്ക് ശമ്പളം കിട്ടിയില്ല, മാത്രമല്ല ലക്ഷങ്ങൾ കെട്ടിവെച്ച് അവിടെ ജോലി നേടിയതാണ്. അതിനുപോലും ചെയ്ത ജോലിയുടെ ശമ്പളം പോലും ലഭിക്കാതെ വർഷങ്ങളായി പണിയെടുക്കേണ്ടി വന്നതിൻ്റെ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ ആ കുടുംബം, അലീനയുടെ കുടുംബം പറയുന്നത്. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. 5 വർഷം ജോലി ചെയ്തിട്ടും ശമ്പളമൊന്നും ലഭിക്കാതെ വന്നതിൻ്റെ മാനസിക വിഷമത്തിൽ ഒരു അധ്യാപിക ഇന്ന് ജീവനൊടുക്കിയിരിക്കുന്നു. കോഴിക്കോടാണ് സംഭവം. കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപികയായ കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിയാണ് മരിച്ചത്. അലീനയുടെ വീട്ടിൽ നിന്ന് സമീർ സി മുഹമ്മദ് തുടരുന്നുണ്ട്. സമീർ, സംസ്ഥാനത്ത് പലയിടത്തും എയ്ഡഡ് അധ്യാപകരുടെ നിയമനം അത് സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കാതെ അവർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന സാഹചര്യം പലയിടത്തുമുണ്ട്. പക്ഷേ അവിടെയൊക്കെ സംവരണവുമായി ബന്ധപ്പെട്ട ചില നൂലാമാലകൾ, നിയമപ്രശ്നങ്ങളൊക്കെയാണ് വിലങ്ങുതടിയാവുന്നത് അവർക്ക് ശമ്പളം ലഭിക്കുന്നതിന്. പക്ഷേ ഇപ്പോൾ ഈ പിതാവിൻ്റെ വാക്കുകൾ അനുസരിച്ച് അലീനയുടെ കാര്യത്തിൽ അതല്ല സംഭവിച്ചിരിക്കുന്നത്. സ്കൂളും
മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്ന ആളുമായി ഉണ്ടായിരുന്ന നിയമപ്രശ്നങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങളുടെ പുറത്താണ് ഈ യുവതിക്ക്, ഈ അധ്യാപികയ്ക്ക് ഇങ്ങനെ വലിയൊരു നീതി നിഷേധം നേരിടേണ്ടി വന്നത് അല്ലേ? ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെയാണ് നേരത്തെ ഒരു ടെർമിനേഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപികയെ പുറത്താക്കുന്നു. ആ പോസ്റ്റിലേക്കാണ് അലീനയെ നിയമിച്ചത്. എന്നാൽ ആദ്യം ആ നിയമനത്തിന് സമയത്തൊന്നും അക്കാര്യങ്ങളൊന്നും വ്യക്തമായി പറഞ്ഞില്ല. പിന്നീട് ശമ്പളം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴാണ് ഇത്തരമൊരു സംഭവമാണ് എന്നറിയുകയും പിന്നീട് ഈ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട അധ്യാപിക അതിന്റെ നിയമ നടപടിയുമായിട്ട് തുടരുകയാണ് എന്ന കാര്യവും അറിഞ്ഞത്. അതിനുശേഷവും ഈ പോസ്റ്റ് മാറ്റിത്തരണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു, കുടുംബം ആവശ്യപ്പെടുന്നു. പക്ഷേ അതിനൊന്നും അനുകൂലമായ ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിന് ഏറ്റവും ഒടുവിലാണ് 5 വർഷമായി അധ്വാനിച്ചതിന്റെ ഒരു പൈസ പോലും ലഭ്യമായില്ല എന്നുള്ള വലിയ വിഷമത്തിൽ ഈ അധ്യാപിക ആത്മഹത്യ ചെയ്തു എന്ന കാര്യം കുടുംബം വ്യക്തമാക്കുന്നത്. നിറകണ്ണുകളോടുകൂടിയാണ് പിതാവ് ബെന്നി നമ്മളോട് അക്കാര്യങ്ങൾ വിവരിക്കുന്നത്. പലപ്പോഴും ഇവിടുന്ന് പലരും കൊടുക്കുന്ന പൈസയുമായിട്ടാണ് ഇവിടുന്ന് വണ്ടിക്കൊക്കെ പോയിരുന്നത് അല്ലേ? സഹായിക്കാനൊക്കെ പല ആളുകളും ഉണ്ടായിരുന്നു. ഒരു കർഷകനായ നിങ്ങളുടെ പരിമിതികളൊക്കെ പരമാവധി മറികടന്നുകൊണ്ട് തന്നെ ആ മകളൊക്കെ നോക്കിയിരുന്നു. അതെ. ഈ ഏറ്റവും ഒടുവിൽ പോലും അവിടുന്ന് ഭാഗത്തുനിന്ന് പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ വിശദീകരിക്കുന്നത്. അവർക്ക് അവരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് വിശദീകരിച്ചാൽ വീഴ്ച ഉണ്ടായത് വേണമെങ്കിൽ രേഖാമൂലം ഞാൻ തരാം. പക്ഷെ ഞാനൊരു പ്രതികാരത്തിനും അവരോടില്ല. കാരണം അവർ ശക്തരാണ്. എനിക്ക് ബാക്കിയുള്ള കുട്ടികളുടെ കാര്യം നോക്കി എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ച് പോയിക്കോളാം. ആരോടും പ്രതികാരത്തിനില്ല. അവർക്ക് ഒന്നിനുമില്ല. അലീന ജോയിൻ ചെയ്ത ശേഷവും അവിടെ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അവർക്കൊക്കെ നേരെ കാര്യങ്ങൾ നടക്കുന്നു. ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെന്ന് പരിഗണിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ശമ്പളം ആവശ്യപ്പെടുമ്പോൾ അവരെന്ത് കാര്യമാണ് പറയുന്നത്? ശമ്പളം പറയുന്നത് അവർ ഈ ഓഫീസിലും ഡി ഓഫീസിലും പോയി ഫയലൊക്കെ പാസ്സായി വരണം. അവിടെ ചെല്ലുമ്പം പറയും കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് കടലാസ് തന്നിട്ടില്ല, സ്കൂളിൽ നിന്ന് കടലാസ് തന്നിട്ടില്ല, അങ്ങനെയുള്ള കാരണങ്ങളാണ്. ഞങ്ങൾക്കിപ്പം അവർക്കറിയാം. പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും കൃത്യം അറിയത്തില്ലല്ലോ. സാധാരണക്കാരനും പോകുമ്പോൾ എങ്ങനെയാണ്? ഈ അലീനയ്ക്കുണ്ടായതുപോലെ ഇനിയൊരു മക്കൾക്കുണ്ടാവരുത്, ഒരു അധ്യാപികക്കും ഉണ്ടാകരുത് എന്ന ഒരാവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അതിൻ്റെ എന്തെങ്കിലും ഭാഗമായിട്ട് എന്തെങ്കിലും നടപടികളായിട്ട് മുന്നോട്ട് പോകുമോ? ഇല്ല, ഞാനൊന്നിനും ഒരു നടപടിക്കും മുന്നോട്ട് പോകുന്നില്ല. എനിക്ക് എൻ്റെ മകൾ നഷ്ടപ്പെട്ടു. അതിന് പകരം വെക്കാനൊന്നും കിട്ടുന്നില്ല. ഞാനൊരു പ്രതികാരത്തിനും പോകുന്നില്ല. ആരും പ്രതികാരം ചെയ്താൽ എൻ്റെ മകൾക്ക് പകരമാകില്ല. നഷ്ടപ്പെട്ടതല്ല. ഞാനെങ്കിലും സ്വസ്ഥമായി കൃഷിയൊക്കെ ചെയ്ത് ബാക്കിയുള്ള പിള്ളേരുടെ കാര്യം നോക്കി സമാധാനമായിട്ട് ഞാൻ ജീവിച്ചോളാം. ഞാൻ ആരും ഉപദ്രവിക്കാനും പോകുന്നില്ല. എന്നെ ആരും ഉപദ്രവിക്കാൻ വരാതിരുന്നാൽ മതി. അത്രയേ ഉള്ളൂ. ഞാൻ ഒന്നിനും പോകുന്നില്ല. സ്വസ്ഥവും സമാധാനമായിട്ട് ഞാൻ ജീവിച്ചോളാം. അലീന വലിയ നല്ലൊരു അധ്യാപികയാകണമെന്നൊക്കെ ഏറെ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഒരുപാട് മോഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്നു. പോയില്ലേ? നിമിഷം കൊണ്ട് ഇത് ചെയ്യാനാ? വലിയ വിഷമത്തിലാണ് ബെന്നി. ഒരു അച്ഛൻ എന്ന നിലയിൽ തന്നെ കൊണ്ടാവും വിധത്തിലെല്ലാം പഠിപ്പിച്ചു. ഒരു കർഷകനാണ് അദ്ദേഹം. ആ കർഷക കുടുംബത്തിൽ നിന്നുകൊണ്ട് പരമാവധി പഠിപ്പിച്ചു, ഒരു അധ്യാപികയാക്കി. പിന്നീട് നല്ല രീതിയിൽ എത്തും എന്നുള്ള വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ, ആ മോഹങ്ങൾ എല്ലാം പൊലിഞ്ഞിരിക്കുന്നു. മകൾ തങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ആ വലിയ ദുഃഖത്തിലാണ് ഈ കുടുംബം ഉള്ളത്. ഈ സംഭവത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ബെന്നി ആവർത്തിക്കുന്നുണ്ട്. ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ് ഈ വിഷയത്തിന്റെ ഈ സംഭവങ്ങൾക്കൊക്കെ ഇടയാക്കിയത് എന്ന് അവർ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംഭവം ഇനി അവർക്കും ഉണ്ടാകരുത് എന്നുള്ള ഒരു കാര്യം അവർ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ഇനി എതിരാളികളൊക്കെ ശക്തരാണ്. അതുകൊണ്ട് നിയമ നടപടിയുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അധ്യാപികയായിരുന്നു കട്ടിപ്പാറ വളവനാനിക്കൽ സ്വദേശിനിയായിട്ടുള്ള അലീന ബെന്നി. അവരാണ് ഇന്ന് 3 മണിയോടുകൂടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ രാവിലെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം ഇവിടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ പൊതുദർശനമുണ്ടാവും. തുടർന്നായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഗോകുൽ. ശരി, സമീർ സി മുഹമ്മദാണ് കട്ടിപ്പാറയിൽ നിന്ന് അലീനയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആ പിതാവിൻ്റെ വാക്കുകളിൽ കർഷകനായ മനുഷ്യൻ്റെ നിസ്സഹായത എത്രയുമുണ്ട്.
കടം വാങ്ങിയ പണം കൊണ്ട് സ്കൂളിൽ പോയി ജോലി ചെയ്ത അധ്യാപികയാണ് അലീന ബെന്നി. പക്ഷേ 1 രൂപ പോലും ശമ്പളം ലഭിച്ചിരുന്നില്ല 5 വർഷമായി. മറ്റു വാർത്തകളിലേക്ക്. വിവാദമായ എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് LDFന്റെ അനുമതി. CPIയും RJDയും എതിർപ്പുന്നയിച്ചിട്ടും മന്ത്രിസഭാ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ ശക്തമായ നിലപാടാണ് ചർച്ചയുടെ ഗതി തിരിച്ചത്. ആക്ഷേപങ്ങളില്ലാതെ സർക്കാർ പദ്ധതി നടപ്പിലാക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് LDF നേതൃയോഗം മദ്യനിർമ്മാണശാല പദ്ധതിക്ക് പച്ചക്കൊടി വീശിയത്. സ്വന്തം പാർട്ടി ആസ്ഥാനത്ത് നടന്ന മുന്നണി യോഗത്തിൽ ആതിഥേയനായിരുന്നിട്ടും പദ്ധതിയോടുള്ള എതിർപ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം മറച്ചുവെച്ചില്ല. കുടിവെള്ളം, കൃഷിക്കാവശ്യമായ വെള്ളം എന്നിവയ്ക്ക് ക്ഷാമം നേരിടും എന്നതിലായിരുന്നു ബിനോ വിശ്വത്തിന്റെ ഊന്നൽ. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പദ്ധതി വേണ്ടെന്ന് വെക്കണമെന്നും ബിനോ വിശ്വം ആവശ്യപ്പെട്ടു. പദ്ധതിയുടെ സംരംഭകർ ഭൂപരിഷ്കരണ നിയമത്തിന് ലംഘനം നടത്തുന്നതടക്കം ചൂണ്ടിക്കാട്ടി RJDയും മദ്യനിർമ്മാണശാല അനുമതിയെ എതിർത്തു. എന്നാൽ മന്ത്രിസഭ തീരുമാനിച്ച വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. MV ഗോവിന്ദനും മുഖ്യമന്ത്രിയുടെ വാദത്തെ പിന്താങ്ങി. ഇതോടെ മുന്നണിയാകെ ആ തീരുമാനത്തിലേക്ക് വന്നു. ആക്ഷേപങ്ങളില്ലാതെ പദ്ധതി നടത്തണമെന്നാണ് മുന്നണിയുടെ നിർദ്ദേശം. പല ആശങ്കകൾ ഇത് സംബന്ധിച്ച് ഉയർത്തി വന്നിട്ടുണ്ട്. കുടിവെള്ളത്തെ ബാധിക്കുമോ, കൃഷിയെ ബാധിക്കുമോ? ഒരു തരത്തിലും കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത നിലയിലായിരിക്കണം ഇതുപോലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. കിഫ്ബി റോഡുകൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തല്ലാതെ ഇതേപ്പറ്റി വിശദമായ ചർച്ച നടന്നില്ല. ഗവൺമെന്റ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഗവൺമെന്റിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയമാണത്. പക്ഷേ ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും എടുത്ത് ഇന്നതുപോലെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ സമരം നടത്താൻ LDF തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. പുതിയ മദ്യനയത്തിന് അംഗീകാരം നൽകാതെ മന്ത്രിസഭായോഗം. കരട് നയത്തിലെ ചില നിർദ്ദേശങ്ങളിൽ മന്ത്രിമാർ എതിർപ്പുന്നയിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചത്. ടൂറിസം മേഖലയിലെ 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകളിൽ ഡ്രൈ ഡേയിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകുന്ന നിർദ്ദേശത്തിലും കള്ളജത്ത് മേഖലയിലെ വ്യവസ്ഥയിലുമാണ് മന്ത്രിമാർ സംശയങ്ങൾ ഉന്നയിച്ചത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് മദ്യനയത്തിന് അംഗീകാരം നൽകുകയായിരുന്നു ഇന്ന് ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാന അജണ്ട. ഡ്രൈ ഡേയിൽ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഇളവ് നൽകാൻ അനുമതി നൽകുന്നതായിരുന്നു കരട് നയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. ടൂറിസം കോൺഫറൻസുകളോ പരിപാടികളോ ഉണ്ടെങ്കിൽ 1,00,000 രൂപ പ്രത്യേക ഫീസ് കെട്ടിവെച്ച് 1-ാം തീയതിയും മദ്യം വിളമ്പാൻ അനുമതി നൽകുന്ന വ്യവസ്ഥയിൽ ചില മന്ത്രിമാർ സംശയം പ്രകടിപ്പിച്ചു. 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന കരട് നയത്തിലെ വ്യവസ്ഥയിൽ ചില മന്ത്രിമാർ പുതിയ നിർദ്ദേശങ്ങളും വെച്ചു. ടൂറിസം മേഖലയ്ക്ക് സഹായകരമായ കൂടുതൽ മാറ്റം നയത്തിൽ വേണമെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ആവശ്യം. വ്യവസായ നിക്ഷേപകർക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ കൂടുതൽ ഇളവുകൾ വേണമെന്ന് മന്ത്രി P രാജീവും ആവശ്യപ്പെട്ടു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിൽ വ്യക്തത വേണമെന്നായിരുന്നു CPI മന്ത്രി K രാജന്റെ ആവശ്യം. ഇതോടെ ബന്ധപ്പെട്ടവരുമായെല്ലാം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകി. തുടർന്നാണ് കരട് നയം അംഗീകരിക്കുന്നത് മന്ത്രിസഭായോഗം മാറ്റിവെച്ചത്. നക്ഷത്ര ഹോട്ടലുകളിൽ കേരളത്തിന്റെ തനതു പാനീയമായ കള്ള് വിളമ്പാൻ കഴിഞ്ഞ മദ്യനയം അനുമതി നൽകിയിരുന്നു. ഇതിനുള്ള കള്ള് നക്ഷത്ര ഹോട്ടലുകൾ അവരുടെ പരിസരത്തു നിന്ന് തന്നെ ചെത്തിയെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ വ്യവസ്ഥയിൽ കരട് നയം മാറ്റം വരുത്തുന്നുണ്ട്. കള്ള് അതാത് പ്രദേശത്തെ കള്ള് ഷാപ്പുകളിൽ നിന്ന് വാങ്ങി വിൽക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. തുച്ഛമായ നിരക്കിൽ ലഭിക്കുന്ന ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നതിനിടെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ച് സർക്കാർ. നിലവിൽ 2.25 ലക്ഷത്തോളം രൂപ ശമ്പളം ലഭിക്കുന്ന PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം പുതിയ വർധനയോടെ 3,80,000 രൂപയിലേക്കെത്തും. ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യം നൽകണമെന്നായിരുന്നു നിർദ്ദേശമെങ്കിലും മന്ത്രിസഭ അത് അംഗീകരിച്ചില്ല. 7,000 രൂപയാണ് സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഓണറേറിയം. ഇതൊന്ന് കൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് ആശാ വർക്കർമാർ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നുമല്ല മന്ത്രിസഭയുടെ മുന്നിലുണ്ടായിരുന്ന അടിയന്തര വിഷയം. അത് PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കലായിരുന്നു. നിലവിൽ 2.58 ലക്ഷം രൂപയാണ് PSC അംഗത്തിൻ്റെ ശമ്പളം. ചെയർമാൻ്റെ ശമ്പളമാകട്ടെ 2.79 ലക്ഷം രൂപയും. ഇന്നത്തെ മന്ത്രിസഭായോഗം ശമ്പളം പുതുക്കാൻ തീരുമാനിച്ചതോടെ PSC അംഗങ്ങളുടെ ശമ്പളം 3,80,207 രൂപയായി ഉയരും. PSC ചെയർമാൻ്റെ ശമ്പളം 3,87,873 രൂപയായും വർദ്ധിക്കും. PSC അംഗങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ 1,22,004 രൂപ ഓരോ മാസവും അധികമായി ലഭിക്കുമ്പോൾ ചെയർമാന് 1,08,389 രൂപയും അധികമായി ലഭിക്കും. ഇതുകൂടാതെ എല്ലാ വർഷവും സേവനകാലത്തിനനുസരിച്ച് ശമ്പളം കൂടുകയും ചെയ്യും. ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും മന്ത്രിസഭ അത് അംഗീകരിച്ചില്ല. ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയാണ് PSC ചെയർമാന്റെ ശമ്പള പരിഷ്കരണത്തിന് അടിസ്ഥാനമാക്കിയത്. ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലാണ് അംഗങ്ങളുടെ ശമ്പളം കൂട്ടാനും അടിസ്ഥാനമാക്കിയത്.
ഇതര സംസ്ഥാനങ്ങളിലെ PSC അംഗങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് PSC അംഗങ്ങളുടെയും ചെയർമാൻ്റെയും ശമ്പളം പരിഷ്കരിച്ചതെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. എന്നാൽ കേരളത്തിൽ മാത്രമാണ് ഇത്രയധികം PSC അംഗങ്ങളുള്ളത്. സംസ്ഥാനത്ത് ചെയർമാൻ അടക്കം 21 അംഗങ്ങളാണ് PSCയിലുള്ളത്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പാലക്കാട് നെല്ലിയാമ്പതിയിൽ കിണറ്റിൽ വീണ പുലിയെ രക്ഷിക്കാൻ ശ്രമം. കിണറ്റിലേക്ക് കൂടിറക്കുകയാണ്. പുലി കൂടിനുള്ളിൽ കയറിയില്ലെങ്കിൽ മയക്കുവെടി വെക്കും. വെറ്റിനറി ഡോക്ടർ ഉടൻ സ്ഥലത്തെത്തും. നിഖിൽ പ്രമേഷുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, അതുകൊണ്ട് പകൽ സമയത്ത് തന്നെ പുലി കിണറ്റിൽ വീണതാണെന്നാണ് കരുതുന്നത്. അതിൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെയാണ്? ഈ കൂട്ടിൽ പുലി കയറുമോ? എന്താണ് നിലവിലത്തെ ഈ ദൗത്യത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഒക്കെ അവസ്ഥ? കൂട്ടിൽ പുലി കയറിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇന്ന് രാവിലെയോടുകൂടി ഈ പുലി കിണറ്റിൽ അകപ്പെട്ടിട്ടുണ്ടാകുമെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച അവിടുത്തെ CPMന്റെ പ്രാദേശിക നേതാവ് രാംദാസ് തന്നെ പറഞ്ഞത് ഇന്ന് രാവിലെ പുലി കിണറ്റിൽ വീണിട്ടുണ്ടാകണം. പുലിയമ്പാറ സ്വദേശി ജോസിന്റെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത്. പക്ഷേ വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടി അവിടുത്തെ ഒരു സമീപ വീട്ടിലെ കുട്ടി വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് പുലി കിണറ്റിൽ വീണ് കിടക്കുന്നതായി കണ്ടത്. ഉടനെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ മറ്റ് വിവരം അറിയിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയും നെല്ലിയാമ്പതി ചുരത്തിന് സമീപത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ പുലി തന്നെയാണോ ഈ കിണറ്റിൽ വിടുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഏതാണ്ട് 8 മണിയോടുകൂടി സംഭവ സ്ഥലത്തെത്തി പുലിയെ കരയ്ക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ആദ്യഘട്ടത്തിൽ ഒരു ഏണി ഇട്ട് കൊടുത്തുകൊണ്ട് പുലിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും നാട്ടുകാരത് തടയുകയായിരുന്നു. നാട്ടുകാർ പറഞ്ഞത് ഇത്രയധികം സമയം ഈ കിണറ്റിനകത്ത് കിടന്ന പുലി സ്വാഭാവികമായിട്ടും ശാരീരിക അവശതകൾ നേരിടുന്നുണ്ടാകും. ഇങ്ങനെ പുലിയെ മുകളിലോട്ട് കയറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ അത് അവിടുത്തെ ആളുകളടക്കം ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് ആ നീക്കത്തെ നാട്ടുകാർ എതിർക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഒരു കൂട് അവിടെ എത്തിച്ച് ആ കൂട് കിണറ്റിലേക്ക് ഇറക്കി അതിനകത്തേക്ക് പുലി കയറുമോ എന്നുള്ളൊരു ശ്രമം ഇപ്പോൾ വനപാലകരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ കിണറ്റിലേക്ക് അവർ കൂടിറക്കിയിട്ടുണ്ട്. ആ കൂട്ടിലേക്ക് പുലി കയറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൂട് പുറത്തേക്ക് എത്തിച്ച് മറ്റേതെങ്കിലും ഉൾവനത്തിൽ പുലിയെ തുറന്നുവിടാനാണ് നിലവിലത്തെ ആലോചന. ഇനി അങ്ങനെ ഒരു സാധ്യത ഉണ്ടായില്ലെങ്കിൽ, അതായത് ഈ കൂട്ടിനകത്തേക്ക് പുലി കയറിയില്ലെങ്കിൽ മാത്രം മയക്കുവെടി വെച്ച് പുലിയെ കൂട്ടിലാക്കി കൊണ്ടുപോകുക എന്നുള്ള നീക്കത്തിലേക്കാണ് വനവകുപ്പ് ഇപ്പോൾ കടക്കുന്നത്. അല്പസമയം മുൻപ് ഞാൻ അവിടുത്തെ വനപാലകരുമായി ബന്ധപ്പെട്ടപ്പോൾ വടക്കഞ്ചേരിയിൽ വെറ്ററിനറി ഡോക്ടർ എത്തി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂറോളം എടുക്കും. എന്തായാലും ഈ കൂട്ടിലേക്ക് പുലി കയറിയില്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ള ഓപ്ഷനാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ളത്. എന്തായാലും ഈ രാത്രി തന്നെ പുലിയെ പിടികൂടുമെന്നുള്ളതാണ് വനവകുപ്പ് വ്യക്തമാക്കുന്ന കാര്യം. ഗോകുൽ. ശരി നിഖിൽ, ഏതായാലും കിണറ്റിൽ കിടക്കുന്ന പുലിയാണ്. മയക്കുവെടി വെക്കുന്നതിന് കുറേയേറെ സങ്കീർണതകളുണ്ട്. മുമ്പ് കരടിയൊക്കെ ഇത്തരത്തിൽ മയക്കുവെടി വെച്ച സാഹചര്യം തിരുവനന്തപുരത്തുണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. ഏതായാലും കൂട്ടിൽ തന്നെ പുലി കയറുമെന്ന പ്രതീക്ഷയിലാണ് വനപാലകർ. കൂടിറക്കി പുലിയെ പുറത്തെടുക്കാനും അങ്ങനെ കാട്ടിലേക്ക് കൊണ്ടുപോയി തുറന്നുവിടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. UGC കരട് വിജ്ഞാപനത്തിനെതിരെ സർക്കാർ നാളെ സംഘടിപ്പിക്കുന്ന ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷനെതിരെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വൈസ് ചാൻസലർമാരെ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും വിവാദ സർക്കുലർ പിൻവലിക്കണമെന്നും ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഗവർണറുടെ അതൃപ്തിക്ക് പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ തിരുത്തി. UGC കരട് വിജ്ഞാപനത്തിനെതിരെ സർക്കാർ സംഘടിപ്പിക്കുന്ന ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പരിപാടി നടക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സർക്കാർ നീക്കത്തിനെതിരെ രംഗത്തെത്തി. കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനെ പറ്റിയും ഡ്യൂട്ടി ലീവ്, ചിലവ് എന്നിവ വഹിക്കുന്നത് സംബന്ധിച്ചും സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഭരണഘടനാ വിരുദ്ധമെന്ന ഗവർണർ നിലപാടെടുത്തു. വൈസ് ചാൻസലർമാരെ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിക്കാൻ സർക്കാരിന് അധികാരമില്ല. വിവാദ സർക്കുലർ പിൻവലിക്കണമെന്നും ഇന്ന് രാവിലെ ഗവർണർ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടു. ഗവർണറുടെ വാദം അംഗീകരിച്ച മുഖ്യമന്ത്രി എല്ലാവർക്കും എല്ലാത്തരം അഭിപ്രായവും പ്രകടിപ്പിക്കാനുള്ള വേദിയാക്കി കൺവെൻഷനെ മാറ്റുന്ന തരത്തിൽ പരിപാടി പുനഃസംവിധാനം ചെയ്യുമെന്ന മറുപടി നൽകി. ഇതിനു പിന്നാലെ വിവാദ സർക്കുലർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തിരുത്തി. UGC കരടിനെതിരായ എന്ന പരാമർശവും നിശ്ചിത എണ്ണം ഡെലിഗേറ്റുകളെ പങ്കെടുപ്പിക്കണമെന്ന പരാമർശവുമാണ് തിരുത്തിയത്. പ്രതിഷേധ പരിപാടിയായതിനാൽ കണ്ണൂർ VC പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ചുമതല ഏറ്റെടുത്ത ശേഷം സർക്കാരും മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഗവർണർ രാജേന്ദ്ര അർലേക്കറെ പിണക്കേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. 24 തിരുവനന്തപുരം. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടും വഴങ്ങാതെ ഡോക്ടർ ശശി തരൂർ MP. ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് തന്റെ ലേഖനമെന്ന നിലപാട് ശശി തരൂർ പരസ്യമാക്കി. തമ്മിൽ തല്ലുന്ന നേതാക്കൾ തന്നെ വിമർശിക്കാനെങ്കിലും യോജിച്ചതിൽ സന്തോഷമെന്നായിരുന്നു തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ശശി തരൂരിന്റെ പ്രതികരണം. തരൂരിനെ പിന്തുണച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ രംഗത്തെത്തി. ഇതിനിടെ DYFI പരിപാടിക്ക് ശശി തരൂർ ആശംസ അറിയിച്ചത് പുതിയ ചർച്ചകൾക്കിടയാക്കി.
സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുള്ള ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി ശശി തരൂരിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എല്ലാം പരിഹരിക്കപ്പെട്ടെന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം. എന്നാൽ നേതൃത്വത്തിന് വഴങ്ങുന്നില്ലെന്ന് വ്യക്തമാക്കുകയാണ് പരസ്യ പ്രതികരണത്തിലൂടെ ഡോക്ടർ ശശി തരൂർ. ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് തന്റെ ലേഖനം. നോക്ക്, ഞാൻ ആ ഡേറ്റ സൈറ്റ് ചെയ്ത സോഴ്സസ് ഒക്കെ ആർട്ടിക്കിളിലുണ്ട്. ഇനി വേറെ സോഴ്സസിൽ വേറെ ഡേറ്റ ഉണ്ടെങ്കിൽ അത് കാണാൻ തയ്യാറാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാം ഒരു അടിസ്ഥാനത്തിലേ എഴുതുള്ളൂ. ആഗോള ഏജൻസിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ലേഖനമെന്നും CPIMന്റെ കണക്കല്ലെന്നും ശശി തരൂർ പറഞ്ഞു. സർക്കാരിന്റേത് കള്ളക്കണക്കെന്ന ആരോപണമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റേത്. അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഡാറ്റ നൽകുന്നത് സർക്കാർ തന്നെയാകുമല്ലോ എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണത്തിന് രമേശ് ചെന്നിത്തലയുടെ മറുപടി. അല്ല, അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ കൊടുക്കുന്ന ഈ ഗവൺമെന്റ് തന്നെ ആയിരിക്കുമല്ലോ. വേറെ ആകാശത്ത് പൊട്ടിക്കണമെന്നൊന്നും ആയിരിക്കത്തില്ലല്ലോ. ശശി തരൂരിനുള്ള മൃദുനിലപാട് ആവർത്തിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ രംഗത്തെത്തിയതും പാർട്ടിക്കുള്ളിലെ ഭിന്നത വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും ഒളിയമ്പ്. അതിന് മാത്രമുള്ള ഒരു ദ്രോഹമൊന്നും അതിന് ചെയ്തിട്ടൊന്നുമില്ല. അതിലൊന്നും നിങ്ങൾ എന്നാ പറയാ, വ്യാഖ്യാനിച്ച് അതിനങ്ങ് കടലിലോട്ട് കൊണ്ടുപോകാണ്. ചർച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ശശി തരൂർ സംസ്ഥാന നേതൃത്വത്തെ പരസ്യമായി പരിഹസിച്ചു. ചിലപ്പോൾ ഒരു സന്തോഷമുണ്ട്, ഇടയ്ക്ക് നമ്മുടെ പാർട്ടിയിലകത്ത് ചില നേതാക്കളുടെ ഇടയിലൊരു തമ്മിത്തലുണ്ടാവുന്ന കേട്ടിട്ട് അത് എപ്പോഴും ഒരു ദുഃഖം തോന്നുന്ന കാര്യമാണ്. ഇത് എൻ്റെ വിഷയത്തിലെങ്കിലും ഐക്യം വന്നു, നല്ല സന്തോഷമല്ലേ, നല്ലൊരു കാര്യമായിരിക്കട്ടെ. ഇതിനിടെ DYFI സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് നേതാക്കൾ തരൂരിനെ ക്ഷണിച്ചു. അദ്ദേഹം വളരെ സ്വാഗതാർഹമായി ഞങ്ങളോട് സമീപിക്കുകയും അദ്ദേഹത്തെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് എത്തിച്ചേരാനാകാത്ത അസൗകര്യം വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് അറിയിക്കുകയും ഒക്കെ ചെയ്തു. തരൂർ വിഷയം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. രേഖാ ഗുപ്ത ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി. BJPയുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് രേഖാ ഗുപ്തയെ തെരഞ്ഞെടുത്തത്. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകും. ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു. സത്യപ്രതിജ്ഞ നാളെ രാവിലെ 11 മണിക്ക് രാംലീല മൈതാനത്ത് നടക്കും. 11 ദിവസം നീണ്ട സസ്പെൻസിന് വിരാമം. ഇന്നുച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിൽ രേഖാ ഗുപ്തയെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചു. വൈകിട്ട് 7:30 പാർട്ടി സംസ്ഥാന ആസ്ഥാനത്ത് കേന്ദ്ര നിരീക്ഷകരായ രവിശങ്കർ പ്രസാദ്, ഓം പ്രകാശ് ധൻഖർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പർവേഷ് വർമ്മയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രേഖാ ഗുപ്തയുടെ പേര് നിർദ്ദേശിച്ചത്. നിർദ്ദേശം ഏകകണ്ഠമായി അംഗീകരിച്ചു. രവിശങ്കർ പ്രസാദ് രേഖാ ഗുപ്തയെ നേതാവായി തെരഞ്ഞെടുത്തതായി ഔപചാരികമായി പ്രഖ്യാപിച്ചു. രേഖാ ഗുപ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു. पूरी पार्टी के सभी कार्यकर्ताओं का जिनका आशीर्वाद आज मुझे यहाँ मिला. 9 പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും വനിത, OBC, മധ്യവർഗത്തിന്റെ പ്രതിനിധി എന്നീ 3 ഘടകങ്ങൾ രേഖാ ഗുപ്തയ്ക്ക് തുണയായി. പർവേഷ് വർമ്മയെ ഉപമുഖ്യമന്ത്രിയായും വിജേന്ദർ ഗുപ്തയെ സ്പീക്കറായും തീരുമാനിച്ചു. രാംലീല മൈതാനത്ത് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ക്രിക്കറ്റ്, സിനിമാ താരങ്ങൾ അടക്കമുള്ള ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരുടെയും സാന്നിധ്യം ചടങ്ങിൽ ഉറപ്പുവരുത്തുമെന്ന് സംസ്ഥാന BJP നേതൃത്വം അറിയിച്ചു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകിയത് സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രൗഢഗംഭീരമാക്കുന്നതിലൂടെ മറികടക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് BJP. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തന്നെ പല നിർണായക തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നതിനിടെ ഓണറേറിയം മാനദണ്ഡങ്ങൾ പിൻവലിച്ച് സർക്കാർ. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. അതേസമയം സർക്കാരിന്റെ അനുനയ നീക്കത്തിന് ആശാവർക്കർമാർ വഴങ്ങിയില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാളെ ആശാവർക്കർമാരുടെ മഹാസംഗമം നടക്കാനിരിക്കെയാണ് സർക്കാരിന്റെ അനുനയ നീക്കം. ഓണറേറിയം മാനദണ്ഡങ്ങൾ പിൻവലിച്ചതായി ആരോഗ്യവകുപ്പ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. 3 മാസത്തെ ഓണറേറിയം അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ആശമാർ. ഒരു തൊഴിലാളിക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ട്രേഡ് യൂണിയനുകളുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടുന്ന മിനിമം വേതനം ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ സ്ത്രീ തൊഴിലാളികളായിട്ട് ഞങ്ങൾ അപമാനിക്കരുത്, പരിഹസിക്കരുത്. അവരങ്ങ് തളർന്ന വെയിലും കൊണ്ട് അങ്ങ് പോകുന്നതാണ് അവരെ മനസ്സിലെ ഉദ്ദേശം. അത് വെറുതെ
10ാം ദിവസം പിന്നിടുമ്പോൾ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയേറുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചു. ആരോഗ്യമന്ത്രിക്ക് ആവശ്യവും അനാവശ്യവും തിരിച്ചറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഓണറേറിയം മാറ്റി വേതനം ആക്കണം. ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ആവശ്യവും അനാവശ്യവും എന്താണെന്ന് തിരിച്ചറിയണം ആദ്യം. സമരത്തിന്റെ ഭാഗമായി നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ മഹാസംഗമം നടക്കും. 10,000-ലധികം പ്രവർത്തകരെ എത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 24 തിരുവനന്തപുരം. മൂന്നാർ മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 3 മരണം. തമിഴ്നാട് നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് ഓടിച്ച തമിഴ്നാട് സ്വദേശി വിനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൂന്നാറിനും എക്കോ പോയിന്റിനുമിടയിലുള്ള കൊടുംവളവിൽ അമിത വേഗത്തിൽ ബസ് വളച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 37 വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 43 പേർ ബസ്സിലുണ്ടായിരുന്നു. ആദിക, വേണിക എന്നീ വിദ്യാർത്ഥികൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് സുധൻ മരിച്ചത്. 33 പേർ മൂന്നാർ ടാറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കെവിൻ എന്ന വിദ്യാർത്ഥിയെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗവുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തമിഴ്നാട് നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഇന്നലെ വൈകിട്ടാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘം മൂന്നാറിലേക്ക് യാത്ര തിരിച്ചത്. ഇന്ന് പുലർച്ചെ മൂന്നാറിലെത്തിയ സംഘം കുണ്ടള ഡാം സന്ദർശിക്കാൻ പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 ഇടുക്കി. തിരികെ 24 ഓടപ്പിലേക്ക്. ഇനി കായിക വാർത്തകൾ. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കേരളത്തിനെതിരെ തിരിച്ചടിച്ച് ഗുജറാത്ത്. കേരളത്തിന്റെ 457 റൺസ് പിന്തുടരുന്ന ഗുജറാത്ത് 3ാം ദിവസത്തെ കളി നിർത്തുമ്പോൾ 1 വിക്കറ്റിന് 222 റൺസ് എന്ന ശക്തമായ നിലയിലാണ്. പ്രിയങ്ക് പഞ്ചൽ 117 റൺസുമായി ക്രീസിലുണ്ട്. ആര്യ ദേശായി 73 റൺസ് എടുത്ത് പുറത്തായി. കേരളം 1ാം ഇന്നിംഗ്സിൽ 457 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. പുറത്താകാതെ 177 റൺസ് എടുത്ത മുഹമ്മദ് അസുറുദ്ദീനാണ് കേരളത്തിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. ICC ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ശുഭ്മാൻ ഗിൽ 1ാം സ്ഥാനത്ത്. പാകിസ്ഥാന്റെ ബാബർ അസമിനെ പിന്തള്ളിയാണ് ഗിൽ 1ാം സ്ഥാനത്തെത്തിയത്. ആദ്യ 10-ൽ 4 ഇന്ത്യൻ താരങ്ങളുണ്ട്. 3ാം സ്ഥാനത്തുള്ള രോഹിത് ശർമ്മ, 6ാം സ്ഥാനത്തുള്ള വിരാട് കോഹ്ലി, 9ാം സ്ഥാനത്തുള്ള ശ്രേയസ് അയ്യർ എന്നിവരാണ് ആദ്യ 10-ലുള്ള മറ്റിന്ത്യൻ താരങ്ങൾ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ റയൽ മാഡ്രിഡ് ഇന്നിറങ്ങും. രാത്രി 1:30 നടക്കുന്ന പ്ലേ ഓഫ് 2ാം പാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് എതിരാളികൾ. ആദ്യ പാദത്തിൽ 2-നെതിരെ 3 ഗോളിന് റയൽ ജയിച്ചിരുന്നു. ഇന്ന് തോൽക്കാതിരുന്നാൽ നിലവിലെ ചാമ്പ്യന്മാർ അവസാന 16-ലെത്തും. പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ PSG, യുവന്റസ് ടീമുകളും ഇന്ന് കളത്തിലെത്തും. JEE 2025 കേരള ടോപ്പേഴ്സായ സൈലത്തിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. സൈലം ക്യാമ്പസിന് മുന്നിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിലായിരുന്നു ചടങ്ങ്. 99.91% നേടിയ സിദ്ധാർത്ഥ് ജയാണ് ഒന്നാമത്. 13 വിദ്യാർത്ഥികൾക്ക് 99%-ലധികം സ്കോർ നേടാനായി. സൈലം സ്കൂളുകളിൽ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും ഉയർന്ന മാർക്കുകൾ കരസ്ഥമാക്കിയവരിലുണ്ട്. ഈ അധ്യയന വർഷത്തേക്കുള്ള +1, +2, നീറ്റ്, JEE പ്രിപ്പറേഷൻ, റിപ്പീറ്റർ കോഴ്സുകൾ, ഓൺലൈൻ, ഓഫ്ലൈൻ ക്രാഷ് പ്രോഗ്രാം തുടങ്ങിയവയിലേക്കുള്ള അഡ്മിഷൻ സൈലത്തിൽ ആരംഭിച്ചു. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. രാത്രി നന്നായി ഉറങ്ങിയെന്നും രാവിലെ ഭക്ഷണം കഴിച്ചെന്നും വത്തിക്കാൻ അറിയിച്ചു. ഇന്ന് രാവിലെ പുറത്തുവിട്ട സന്ദേശത്തിലാണ് ആരോഗ്യനില സംബന്ധിച്ച പുതിയ വിവരങ്ങൾ. സ്ഥിതി സങ്കീർണമാണെന്ന് ഇന്നലെ വത്തിക്കാൻ അറിയിച്ചിരുന്നു. ന്യൂമോണിയ ബാധിച്ചതായി പരിശോധനകളിൽ വ്യക്തമായിട്ടുണ്ടെന്ന് വത്തിക്കാൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.